Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സഭാവിശ്വാസിയായ എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട അച്ഛൻ ശുശ്രൂഷയ്ക്ക് വരാൻ പറഞ്ഞ ആ സാഹചര്യത്തിൽ അപ്പോൾ തമ്പുരാന്റെ മുമ്പിൽ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. മനസ്സ് വരുന്നത് മുഴുവൻ വിശ്വാസമാണ്. വിശ്വാസത്തെക്കുറിച്ച് തന്നെ മനസ്സിലേക്ക് വരിക. വിശ്വാസം. ഒടുവിൽ രാത്രി ഞാൻ യേശു പറഞ്ഞു കഴിഞ്ഞ ആ സമയം മുതൽ എനിക്ക് നല്ല പരീക്ഷണമായിരുന്നു. ഏതാ എൻ്റെ വിശ്വാസം പരീക്ഷിക്കുന്ന അവസ്ഥ. അപ്പോഴും തമ്പുരാനെ ആശ്രയിച്ച് കർത്താവേ, ബലഹീനാണ്, ഏറ്റെടുക്കണേ, തകരാനിടയാവരുത്. 36 വർഷം മുമ്പ് സിനിമാ രംഗത്തുനിന്ന് മാറിക്കൊണ്ട് തമ്പുരാന്റെ ഹിതത്തിന് വേണ്ടി ജീവിതത്തിൽ സമർപ്പിച്ചതാണ്. വഴിവെച്ച് തകരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു തെറ്റു പറ്റിയെന്ന്, അല്ലെങ്കിൽ പരസ്യമായി ഏതെങ്കിലും രീതിയിലൊരു ഭാരം ഉണ്ടാകുന്ന ഒരവസ്ഥ കർത്താവെ മറ്റുള്ളവർക്ക് ആഘോഷിക്കാൻ ഇടയാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ ബസ്സിൽ കയറി ഇങ്ങോട്ട് പോരാൻ കേരളത്തിന് തൊട്ട് മുമ്പ് എന്നെ പരീക്ഷ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇങ്ങോട്ട് യാത്ര കഴിയുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു. കാര്യം സാമ്പത്തിക കാര്യമായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു, ഓക്കെ ആയിരുന്നു. ഇല്ലെങ്കിൽ ഞാനിത് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ പ്രശ്നമാവും, നാട്ടിൽ പ്രശ്നമാവുമായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എൻ്റെ വിശ്വാസം തന്നെ പരീക്ഷിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോകേണ്ട അവസ്ഥ. പക്ഷേ ആ സമയത്തും ഈ കാലം വരെ എന്നെ നടത്തുന്ന ജീവിതത്തിൽ എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. കാര്യം ഏത് സാഹചര്യത്തിലും കർത്താവിന് മുമ്പിൽ യേശു കൊടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയ ഗൗരവമായ വിഷയങ്ങളുടെ തന്നെ കടന്നുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അത് കഴിയുമ്പോൾ കർത്താവിനെ മാറ്റപ്പെടുത്താനും നമ്മളെ സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ കേട്ടു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കും, പിന്നെ കാണപ്പെടുന്നവ ഉണ്ട് എന്ന ബോധ്യമാണ്. ഈ ബോധ്യമൊക്കെ നമുക്കില്ലേ? ഇല്ലേ? ബോധ്യമൊക്കെ ഉണ്ട്, നല്ല ബോധ്യമുണ്ട്. കർത്താവ് ഉണ്ടെന്നും കർത്താവ് കൂടെ ഉണ്ടെന്നും അവൻ നടത്തുന്നു ഒക്കെ നല്ല ബോധ്യമുണ്ട്. ബൈബിളിൽ ഇതുപോലെ ചില ബോധ്യമുള്ള ചിലരെ കാണുന്നുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചു പോയതാ. അതായത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആരാ? ലാസറിന്റെ സഹോദരന്മാരായ മർത്തായും മറിയും. ലാസർ മരിച്ചു, യേശു വീട്ടിൽ ചെല്ലുന്നു. അപ്പോ സഹോദരി ഭർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. വിശ്വാസമായിട്ട് പറഞ്ഞു. കർത്താവ് ഉടനെ തന്നെ അതിൽ പറയുന്നുണ്ട്, അവൻ മരിച്ചില്ല, അവൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ അത് അവസാനം ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യമാണ് ചിന്ത വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് അവരെ കൂട്ടിക്കൊണ്ട് കുഴിമാടത്തിൽ ചെല്ലുന്നു. ചെല്ലുകൊണ്ട് കല്ലെടുത്ത് മാറ്റി വീഴും. അപ്പോൾ ഒരാൾ ചാടി വീഴുന്നുണ്ട്. ആരാ? ഈ വിശ്വാസം ഏറ്റു പറഞ്ഞ വ്യക്തി തന്നെ ചാടി വീണിട്ട് പറയുകയാണ്, കർത്താവേ, ഇത് 4-ാം ദിവസമാണ്. കല്ല് മാറ്റിയാൽ ദുർഗന്ധം ഉണ്ടാവും, മാറ്റരുതേ. തൊട്ടു മുമ്പ് എന്നാ പറഞ്ഞത്? വിശ്വാസം, ഉറച്ച വിശ്വാസം, ദൃഢമായ വിശ്വാസം ഏറ്റു പറഞ്ഞ ആള് വിശ്വാസം പ്രവൃത്തിയിലേക്ക് ആക്ട് ചെയ്യാനായിട്ട് വന്ന ഉടനെ പറയുന്നു, അരുതേ, തുറക്കരുതേ, തുറന്നാൽ നാറ്റം വമിക്കും. ഇതെന്റെ നമ്മുടെ വിശ്വാസം. വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇന്ന് രാവിലെ ഉണ്ടായി, ഇന്നലെ വൈകുന്നേരം മുതലുണ്ടായ ബുദ്ധിമുട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ അത്ര അഭിമാനിക്കൊന്നും വേണ്ട. എന്താ പറഞ്ഞില്ല, അപ്പൊ മൺപാത്രത്തിലാണ് ഈ വിധി. എപ്പം വേണേലും സൂക്ഷിച്ച് കരുതിക്കൊണ്ട് പോയെങ്കിൽ എപ്പം വേണേലും ഉടനെ പോകാം. ഒറ്റ വ്യക്തിക്ക് ആഗ്രഹിക്കാനില്ല. വലിയ വചന പ്രഘോഷകരും വലിയ ശുശ്രൂഷകരൊക്കെ തകർന്നു വീഴുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്നവരുണ്ട്. എന്താ കാര്യം? സൂക്ഷിക്കാനുണ്ട്, ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റുന്നത്. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഈ വിശ്വാസത്തിന് നമ്മൾ കാണുന്ന ഒന്നിലാണ്
അവൾ പറയുന്ന ഈ കല്ലെടുത്ത് മാറ്റാൻ കർത്താവ് പറയുമ്പോൾ അവിടെ യഥാർത്ഥ വിശ്വാസം ഉണ്ടോ? ഇല്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം, മർക്കോസ് 4, അവിടെ 35 മുതലുള്ള വാക്യത്തിൽ ഇതുപോലെ തന്നെ മറ്റൊരു പ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ട്. 4-ാം അധ്യായം 35 മുതൽ. അന്ന് സായനമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിട്ടാനെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ വിളിച്ചു പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്ന എന്തുകൊണ്ട്? മറ്റൊരുത്തരാണ് അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എന്റെ കർത്താവരോട് ചോദിച്ചത് അവരോട് അങ്ങനെ ചോദിക്കാൻ കാര്യമുണ്ടാകും. വള്ളത്തിൽ കർത്താവുണ്ട്, ഓർമ്മമുണ്ട്. അത് പോകുന്ന വഴി ശക്തമായ കാറ്റ് വന്നു. ശക്തമായ കാറ്റ് പോലും വന്നു. വള്ളത്തിൽ വെള്ളം അടിച്ച് കയറി. ഇതന്നെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാനാണ് വല്ലാത്തൊരവസ്ഥയിൽ. ഒരു റിയാക്ഷനില്ല, ഒരനക്കവും. ഈ പറയുന്നത് ആ വചനം വന്ന് നിങ്ങളുടെ കൂടെ പറയുമ്പോൾ അത് പറയുമ്പോൾ എന്നാ പറ്റും? നമ്മുടെ ഉള്ളിൽ അത് ഉറയ്ക്കും. ആ ഒരു ബോധ്യം നമ്മൾ വരിക. അതിന് വരെ ഇങ്ങനെ ഇരിക്കുക. അതിനിടെ കുറേ ഉറക്കം തോന്നുന്നുണ്ട്. അതും അതിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ കണ്ടൊരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഈ പെസരച്ഛന് മിനിയാന്ന് ഇന്നലെ പട്ടം കിട്ടിയൊരു ഡീക്കൻ്റെ, ഇന്നലെ അച്ഛനായി. അച്ഛൻ്റെ തലേദിവസം വീട്ടിൽ നിന്ന് യാത്ര അയക്കാൻ പോകുന്നു. എന്നെ ഒത്തിരി ഭാരപ്പെടുത്തിയൊരു കാര്യമാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇപ്പൊ പെട്ടെന്നാണോ അതൊക്കെ പറഞ്ഞു പോയതാണ്. അവിടെ നമ്മുടെ അച്ഛനുണ്ട്, ഇപ്പച്ചനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ആ സമയത്ത് എന്നോട് പറഞ്ഞത് നേരത്തെ പറഞ്ഞത്, പക്ഷേ ഞാനൊരു ക്ലാസ് കഴിഞ്ഞ് വളരെ ലേറ്റായി. കൃത്യസമയത്ത് എന്നോട് ഉടനെ ശ്രുതി തരാറുണ്ട്, ശ്രുതി തരണം. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഡീക്കനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആളല്ലേ. ആരാ? ആ കുടുംബത്തോട് യാത്ര പറഞ്ഞ് അച്ഛനാകാൻ പോകുന്ന ആള്. ചില വീട്ടിൽ ആ സമയത്ത് കർശനം, അതൊക്കെ വേറെ ഉണ്ട്. ഈ സമയത്ത് ഈ ഡീക്കനല്ല എല്ലാവരുടെ ശ്രദ്ധാകേന്ദ്രം. പിന്നെ ആരാണ്? ഈ പെസരച്ചത്. നിങ്ങളത് പറഞ്ഞു. എല്ലാവരും ഈ പെസരച്ചന്റെ എനിക്ക് കുറവാണ് പറഞ്ഞത്. ഈ പെസരച്ചന് ചുറ്റും നിൽക്കുക. അല്ലെങ്കിൽ ഈ ബ്രദറിനോട് നീക്കനോട് എന്താ പറയാ, അച്ഛനോടൊന്നും പറഞ്ഞേ കൈവയ്ക്കാൻ. കാര്യം അങ്ങനെ പോകേണ്ട സമയമായി. ആ സമയത്ത് അദ്ദേഹത്തെ പഠിക്കാല്ല വിഷയം. പിന്നെന്താണ് ഈ പെസരച്ചനല്ല. പിന്നെന്നാ എന്റെ പ്രശ്നമാണ്. അല്ലാതെ കഴിച്ചത് കൈകൊണ്ട് വെച്ചിട്ടല്ല പ്രശ്നം. പിന്നെ എന്റെ പ്രശ്നമാണ്. എന്റെ പ്രശ്നമാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. അവിടെ ആ കുടുംബത്തിൽ ഒരാൾ അച്ഛനാകും, ഒരാൾ ഇറങ്ങി പോകുന്നൊന്നും പ്രശ്നമല്ല. അല്ല വന്നത്, പക്ഷെ അച്ഛനെ കഴിഞ്ഞോട്ട് ആ വിഷയമല്ല വന്നു. എന്റെ പ്രശ്നം. അപ്പൊ പ്രോത്സാഹനം പറഞ്ഞിട്ട് 6 മണി ആകുമ്പോൾ ഇറങ്ങിയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞാൽ ഒട്ടും വിട്ടുപോയി ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് വരുമ്പോഴും അവിടെ സമയത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായോ? നമുക്കെല്ലാം എവിടെ ചെന്നാലും എന്റെ കാര്യം എനിക്ക് എന്റെ കാര്യം നടന്നിട്ടുണ്ടോ? അത് വിശ്വാസം ഉണ്ടായിരുന്നല്ല. ഈ ബിസിനസ് തല കൈവച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്നൊരു അതൊരു വിശ്വാസം പറയാനില്ല. അവരോട് തോന്നുന്നില്ല. വിശ്വാസം ആഴത്തിലാണെങ്കിൽ അച്ഛൻ അത് കഴിയുമ്പോൾ അച്ഛൻ എന്നെ ഒന്നും പറയാൻ വേണ്ടി ഇതിന് പകരം എപ്പോ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ കാര്യം നടക്കണം. കാരണം ഇനി ഇരുട്ടി കഴിഞ്ഞാൽ പോകാനൊക്കെ ബുദ്ധിമുട്ട് വരികയില്ലേ. അപ്പൊ ഈ അതിനു മുമ്പ് ആരാണെന്നോ ഒന്നും വിഷയമില്ല. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഇത് എന്റെ ആത്മീയപിതാവിനോട് ഷെയർ ചെയ്തു. അപ്പൊ പറഞ്ഞു, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പമെന്ന്. നമുക്കൊന്നും സ്ഥലകാലമല്ല, ഒന്നും വിഷയമല്ല. എനിക്ക് എന്റെ കാര്യം, അവിടെ വിശ്വാസമല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് പറ്റി? എല്ലാ ധ്യാനകേന്ദ്രത്തിലും ആളുകൾ ഒത്തിരി കൂടുന്നുണ്ട്, കാര്യങ്ങൾക്ക് എല്ലാം ആളുകളുണ്ട്. പക്ഷെ എത്ര പേര് ആ ധ്യാനം അനുസരിച്ച് ജീവിക്കുന്നുണ്ട്? നമ്മൾ നോക്കാൻ, ഞാൻ എന്റെ തന്നെ നോക്കാനോ. നമ്മൾ എന്റെ ഒരു വലിയ പരീക്ഷമായിരുന്നു ഇന്നലെ നടന്നത്. ആ പരീക്ഷത്തിൽ എനിക്ക് അതിജീവിക്കാൻ സാധിച്ചു. കാര്യം കർത്താവ് ഇന്ന് വരെ, ഈ സെക്കൻഡ് വരെ 37 വർഷമായി കർത്താവിന്റെ നവീകരണ ധ്യാനം കൂടിയിട്ട് അവന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് ഈ സെക്കൻഡ് വരെ അതിഭീകരമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും കർത്താവ് എല്ലാം വേണ്ട സമയത്ത് ക്രമപ്പെടുത്തിയ അനുഭവത്തിലൂടെ പോകുന്ന കർത്താവ് എന്റെ കൂടെ ഉള്ളതാണ് ആഴമായ ബോധ്യം. ആ ബോധ്യത്തിനിടയിലും
ഞാൻ ഞെരുക്കപ്പെടുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായി. പക്ഷെ കർത്താവ് ഒന്നും നോക്കിയാൽ കർത്താവ് വചനം പറയാനും പറഞ്ഞു. എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സുവിശേഷം നിർത്തുന്ന പോലെ വലിയ ഒരാൾ ഇന്ന് രാവിലെ 8:30 എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിർത്ത്, ഇനി ഒന്നിനും പോകണ്ട. ഇതൊക്കെ ഞാനിങ്ങനെ ശരിക്കും ഞെരുക്കപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ പറഞ്ഞാ ശരി, അല്ല പിന്നെ മുന്നോട്ട് ഞാൻ പറയാൻ അതിനകത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. പക്ഷെ അടുത്ത നിമിഷം, ഇല്ല കർത്താവേ, അവസാന നിമിഷം വരെ എനിക്ക് ജീവനുണ്ടോ ശ്വാസമുണ്ടോ നിനക്ക് വേണ്ടി ഞാൻ നിൽക്കും. ലോകത്ത് എന്തെല്ലാം പ്രതിസന്ധി വന്നോട്ടെ എന്നൊരു ഉറച്ച ബോധ്യത്തിൽ പറഞ്ഞ് അവിടെ വന്ന് ബസ് കയറിയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, എന്റെ പ്രശ്നം തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തിനെങ്കിലും ഓടി നടന്നോ? കർത്താവിന് വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചാൽ അവൻ വേണ്ടതെല്ലാം കൃത്യമായി ക്രമപ്പെടുത്തിക്കൊള്ളും. കൃത്യമായി. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മറുകരിക്കും ഇവർക്ക് എന്നെ സംഭവിച്ചു. ഈശോ അവരോട് പറഞ്ഞു, വള്ളത്തെ കയറ്റി വാ, നമുക്ക് മറുകരിക്ക്. എന്നാ പറഞ്ഞോ വള്ളത്തെ കയറ്റിയത്? വരൂ, നമുക്ക് അക്കരയ്ക്ക് പോവാം. ആരാ അത് പറഞ്ഞത്? ഈശോ. ഈശോ അവരെ പിടിച്ച് വള്ളത്തെ കയറ്റി. ആ വള്ളം മുന്നോട്ട് പോകും. ഈശോ അവിടെ കിടന്ന് ഉറങ്ങി. ശക്തമായ കാറ്റ് പോലും വന്ന വള്ളത്തിൽ വെള്ളം കയറി ഇപ്പൊ മുമ്പും എന്ന ലെവല് വരെ അവർ നോക്കിയിരുന്നു. നോക്കിയിരുന്നിട്ട് രക്ഷയില്ലാതെ ഓടിച്ചത്, നീ എന്നാ ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാത്തത്, ഞങ്ങൾ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോ എന്നാ പറയാ, ആത്മവിശ്വാസികളെ നിങ്ങൾ എന്തിന് സംശയിക്കുന്നു? നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്താ ചോദിക്കാൻ കാരണം? ഈശോ എന്നാ പറഞ്ഞോ വള്ളത്തെ കയറ്റിയത്? വരൂ, നമുക്ക് അക്കരയ്ക്ക് പോവാം. നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ ഈശോ വള്ളത്തെ കയറ്റില്ല. ആ വള്ളം എവിടെ ചെല്ലും? ഉറപ്പാണോ? മുമ്പേ പറഞ്ഞ പോലെ ഉറപ്പ് വീണ്ടും പറഞ്ഞ ശരിയല്ലോ? ആലോചിച്ച് ഈശോ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് വള്ളം, നമ്മള് കുറച്ചാൾ പോലെ ഇലക്ഷൻ കഴിഞ്ഞായിരുന്നു, ഒത്തിരി വാഗ്ദാനങ്ങൾ നമ്മള് പ്രസംഗത്തിലൊക്കെ ആയിട്ടാ. അതുപോലാണോ ഇത്? വാക്ക് മാറാത്തവൻ വാക്ക് പാലിക്കുന്ന ശക്തനായ ദൈവം പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം. എങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റും ഓളം വന്നോട്ടെ, വള്ളം തകർന്നോട്ടെ, അവരെവിടെയെത്തും? അവരെവിടെയെത്തും? അക്കരെ എത്തിയിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ കർത്താവ് വിളിച്ചു, അവരെന്നെ നടത്തും, അവൻ അക്കരെ എത്തിച്ചിരിക്കും. എവിടെയാണ് ഞാൻ എത്തേണ്ടത് അവിടെ അവൻ എത്തിച്ചിരിക്കും. ബോധ്യമുണ്ടോ? നാവിലുള്ളത് ഉള്ളിൽ പലപ്പോഴും പൊതുവെ സമൂഹത്തിൽ കാണുന്നത് ഇത് നാവിലേ ഉള്ളൂ, ഉള്ളിൽ ഇല്ല. അപ്പോഴാണോ അനുഭവങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നത്. കർത്താവ് അക്കരെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ അക്കരെ എത്തിച്ചിരിക്കും. നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. എന്നെ ഭൂമിയിലേക്ക് കർത്താവ് ജന്മം തന്നു അവന്റെ പദ്ധതി നിറവേറ്റാൻ. അവന്റെ വഴിയോടെ ഞാൻ നടക്കുകയാണെങ്കിൽ ഉറപ്പാണ് അവൻ ഉദ്ദേശിച്ച സമയം വരെ എന്നെ കൊണ്ടുവരിക. ഞാൻ 2-3 ആഴ്ച മുമ്പ് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കിടക്കാനുണ്ട്. പിന്നെ ഭാര്യയ്ക്കും മേലാതെ കിടന്ന് ആ കൂടെ തന്നെ ഇപ്പോഴത്തെ ബെഡേ ഞാനും കിടന്നു. പെട്ടെന്ന് ചില പ്രശ്നം കയറി. അത് കഴിഞ്ഞപ്പോൾ ചില ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത് ഓരോ വായന കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തി. കൂർക്കം വലിക്കില്ലാതെ അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഭയങ്കര ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. അത് രാത്രി ഞാനൊക്കെ വെച്ച് കെട്ടി എൻ്റെ രാത്രി ഉറക്കം പോലും അവർ മോണിറ്റർ ചെയ്യുക. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ആൾ പറഞ്ഞു, സാർ ഇത് പ്രശ്നമൊന്നുമില്ല, കൂർക്കമ്പലി കുഴപ്പമൊന്നുമല്ല, പക്ഷെ കൂർക്കമ്പലിക്കുമ്പോൾ ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളത് കിട്ടാതെ വരുമ്പോൾ ഓക്സിജൻ ശരീരത്തിലില്ലെങ്കിൽ അവിടെ നെഗറ്റീവ് രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന ആളാവും. അതുകൊണ്ട് ശരീരത്തിന് പല രോഗങ്ങളുണ്ടാവും. പിന്നെ ഈ വലിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പം നമ്മുടെ ഈ ശ്വാസനാളം അടയാൻ വഴിയുണ്ട്. അടഞ്ഞാൽ ചിലപ്പോൾ തുറന്നില്ലെങ്കിൽ നേരെ വെക്കുമ്പോൾ അറ്റാക്ക് ഉണ്ടായിരുന്ന ആളുകൾ പറയും ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്നെങ്കിലും ആവട്ടെ ചെയ്തോളാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ നോക്കിയിട്ട് സിവിയർ കേട്ടോ 45 പോയിന്റ് കണ്ടെടുത്ത്, അല്ല 5 പോയിന്റ് കണ്ടെടുത്ത് എനിക്ക് 45. എന്നിട്ട് എന്നെ മാപ്പ് കാണിച്ചു. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ ശ്വാസം എടുക്കുന്നില്ല. അത് എല്ലാം കഴിഞ്ഞ ഡോക്ടറിനോട് പറഞ്ഞു ഒരു വിഷയം പിടിപ്പിച്ചു വേണമെങ്കിൽ ഉറങ്ങാൻ പറഞ്ഞു. ഞാൻ എന്താ വെച്ചാൽ എന്നാ മിഷനാണ് അത്? ഓക്സിജൻ തള്ളുന്നു, ഓക്സിജൻ കിട്ടുന്നില്ല, ഓക്സിജൻ തള്ളുന്ന മിഷനാണ്. അത് ഇങ്ങനെ രാത്രി പിടിപ്പിച്ചേച്ച് കിടന്ന് ഉറങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല. 1-2 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് പരിഹായിക്കോളും. ആ മിഷീൻ കറണ്ടെന്നുള്ളതാണ്, അതിനോട് കുത്തി വെച്ചാൽ മതി. ഞാൻ ചോദിച്ചാൽ അതിനെന്നാ ആവും? അതിന് വില ഇത്രേ ഉള്ളൂ, 55,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അതവിടെ കേട്ടെ. ഇനി അടുത്ത കാര്യം എന്നാ
അപ്പൊ പറഞ്ഞു മൂക്കിൽ എല്ലാ ദിവസവും രാത്രി സ്പ്രേ അടിക്കണം ക്ലിയർ ആകാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു. അപ്പം ഞാനിത് ഒരാളോട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളോട് ഞാൻ ഇതിനെ ഷെയർ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, കുമ്പസാരിച്ച് ഒരുക്കോളാം കുമ്പസാരിച്ച് ഒരുക്കോളാം പറഞ്ഞു. എല്ലാ കാര്യം ഇതെപ്പം വേണേലും സംഭവിക്കാം. പക്ഷെ അതിന് തൊട്ടും ഹോസ്പിറ്റലിൽ കയറുന്നതിനുണ്ട് എന്റെ സ്വന്തക്കാരൻ തുടങ്ങി പറഞ്ഞു എന്നോട് പറയുന്നത്, ഇത്ര ആയില്ലേ ഇനിയൊന്ന് ഓട്ടം ഒന്ന് കുറയ്ക്കേ. അപ്പൊ ഈ വേറെ ആളുകളുടെ എന്റെ മനസ്സിൽ വന്നത് ഇനി ഞാനവർ ഓടാൻ തുടങ്ങുക, ഇനി ഞാൻ ഓടാൻ തുടങ്ങിയ കാര്യമില്ല. ഇതെപ്പം വേണേലും സംഭവിക്കാം. പിന്നെ പലരും കുഴപ്പമൊന്നുമില്ലല്ലോ, രാത്രി ഉറങ്ങുമ്പോൾ പ്രശ്നമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനിനി ഓടാൻ തുടങ്ങുക. എന്റെ മനസ്സിൽ പറഞ്ഞു, എന്റെ ഏറ്റവും അടുത്ത് ഇങ്ങനെയുള്ള കാര്യം ഷെയർ ചെയ്യുന്നവരാണ്. ആളോടും പറഞ്ഞു, നാളെ ഒരു പ്രോഗ്രാമിട്ടോ എവിടെ വരെട്ടോ ഞാൻ വന്നോളാം, ഏത് കവല പ്രസംഗത്തിനാണെങ്കിലും ഞാൻ വന്നോളാം. രാത്രി ശ്രദ്ധിച്ചാൽ ഞാൻ ഒരു മെഷീനും പഠിപ്പിച്ചില്ല. അപ്പം തോമസ് ഫാസ്റ്റൻ ഡോക്ടറിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ദിവസം റെന്റിന് ആ മെഷീൻ കിട്ടും, ഒന്ന് വെച്ച് നോക്കിയേക്കാൻ പറഞ്ഞു. ആ ശരി നോക്കിയേക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. കാര്യം കർത്താവ് എത്ര വർഷമായി, 63 വർഷമായി ഈ കൂർക്കമ്പനിയായിട്ട് ഇതാണെങ്കിൽ തുടങ്ങി ഗ്യാപ്പായിട്ട് നമ്മൾ നടന്നതാ. പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഇതെല്ലാം കൂടെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഒരുക്കോളാനോ പറഞ്ഞു. എന്താ നാളെ പോകുന്നുള്ളതല്ല, എപ്പം വേണേലും. അതെനിക്ക് മാത്രമാണോ? എനിക്ക് കൂർക്കമ്പനിയുടെ ശ്വാസം അടങ്ങുമോ? വേറെ ഇതല്ല മാർഗത്തിലൂടെ വരാം. ഓക്കെ, ഈ ഒരു വിശ്വാസം കുറവാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ. പക്ഷെ എല്ലാവരും വിശ്വാസം ഉണ്ടെന്ന് പറയും, പക്ഷെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നമ്മളിത് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാ കാര്യങ്ങളും നീക്കി. ഒരു വിഷയം വന്നാൽ അന്നേരെ ടെൻഷനായി, പ്രശ്നമായി, ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, മക്കളെ കുറ്റപ്പെടുത്തുന്നു, വീട് നാരകമാക്കി മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു ചെറിയ വിഷയമുള്ള ആ സമയത്ത് എന്റെ കർത്താവ് കൂടെ ഉണ്ടെന്നൊരു ബോധ്യം എന്തുകൊണ്ടുണ്ടാകാത്തത്? ഭർത്താവ് പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്റെ സഹോദരൻ മരിക്കുന്നില്ല. കാരണം നീ രൂപത്തിലുള്ള നിനക്ക് എന്തും സാധിക്കും. ആളവിടെ വന്നിട്ടില്ലേ? ആളവിടെ ഉണ്ടല്ലോ. അത് ആ യേശോ പറഞ്ഞത് കല്ലെടുത്ത് മാറ്റാൻ. അപ്പൊ പറഞ്ഞ അടുക്കല്ലേ നാറ്റം ഉണ്ടാവുമെന്ന്. ഇത്രേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന വിശ്വാസം. ഉള്ളിലേക്ക് ഒരു വിശ്വാസം ഉണ്ടാൻ വേണ്ടി എന്താ അല്ല ഈ ഒരു ഭാഗത്ത് കുറെ നേരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാ ശ്രദ്ധ. അപ്പൊ അവർ കുറെ പേര് നോക്കുന്നുണ്ട്, ചോദിച്ചാൽ അവിടെ എന്നാ സംഭവിച്ചത്? നമ്മളിവിടെ വിശ്വാസം കൊണ്ടോണ്ടിരിക്കുക. നമ്മൾ ഇങ്ങനെ കൈ കെട്ടി അവിടെ എന്താ ഇവിടെ എന്താ അങ്ങോട്ട് എന്താ എല്ലാം നോക്കിയിരിക്കുക. കുറച്ചുകൂടെ ബലപ്പെട്ടിരുന്നേ. ആരംഭിക്കുന്നത് അല്ലേ? എനിക്കിവിടെ നിൽക്കാൻ സത്യത്തിൽ പേടിയാ. ആ തമ്പുരാനെ കൊണ്ട് നിൽക്കാനായിട്ട് ഞാൻ യോഗ്യതയില്ല. പക്ഷെ ഈ കർത്താവ് ജീവിക്കുന്ന തമ്പുരാൻ, പൊണ്ണ് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ സർവ്വമഹത്വത്തോടെ എഴുന്നള്ളിയിരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ എന്താ ഇങ്ങനെ ലാഭത്തോടെ അവിടെ നോക്കി ഇവിടെ നോക്കിയിരിക്കുന്നത്? കർത്താവ് ഇത് കാണുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഈ അപേക്ഷ ഭാവത്തോടെ ഇരിപ്പം, ശ്രദ്ധയില്ലാതെ ഇരിപ്പം അവിടെ ഇവിടെ നോക്കുന്നത് ആര് കാണുന്നുണ്ട്? ഈശോ കാണുന്നുണ്ടോ? ഉറപ്പാണോ? എന്തുകൊണ്ടാ തമ്പുരാൻ അടുത്തായിരിക്കുന്നു? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമാണ്, അതിന് മുമ്പത്തെ പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞതാ. ഉമ്മൻചാണ്ടിയെ കാണാൻ പോയാൽ പറഞ്ഞോ അല്ലേ? ഉമ്മൻചാണ്ടിയെ കാണാൻ പോകുമ്പോ അമ്മ മക്കളോട് പറയും, മുഖ്യമന്ത്രിയുടെ അടുത്തോട്ടാ പോകുന്നത്, മിണ്ടരുത്, അനങ്ങരുത്, ശ്രദ്ധിക്കരുത്, ബിസ്ക്കറ്റ് എൻ്റെ ദാഹിക്കുന്നു, ഒന്നും മിണ്ടരുത്. ആരും ഉമ്മൻചാണ്ടിയെ അടുത്തോട്ടാണ് പോകുന്നത്. കാര്യം ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ ആരെടുത്താ വന്നത്? ഈ ഉമ്മൻചാണ്ടി എന്റെ സർവ്വതിനെ സൃഷ്ടിച്ച പൊന്ന് തമ്പുരാന്റെ അടുത്ത് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ശ്രദ്ധയില്ല വരുന്നത്? സംഖ്യയുടെ പുസ്തകത്തിൽ 13-14 അധ്യായത്തിലായിട്ട് കിടക്കുന്ന ഒരു സംഭവമുണ്ട്. കാനാൻദേശം ഇസ്രായേൽ ജനം പോകുന്നു. ഇടയ്ക്ക് മോശ കുറെ പേര് വിളിച്ചുപെടുന്നുണ്ട് ദേശം ഒന്ന് നിരീക്ഷിച്ചിട്ട് വരാൻ, പോയി കണ്ടിട്ട് വരാൻ. അവർ കാണുന്ന കാനാൻദേശം പോയി കണ്ടു. അവർ 10 പേര് വന്നിച്ച് പറഞ്ഞു, അവിടെ തേനും പാലും കൊടുക്കുന്ന നഗരമാണ്. മുന്തിരിക്കോല 2 പേര് കൂടിയാണ് പിടിച്ചോണ്ട് അത്ര സൗഭാഗ്യം. പക്ഷേ അതിന് ചുറ്റും വലിയ കോട്ടയുണ്ട്.
അവിടുത്തെ ജനങ്ങള് രാക്ഷസ തുല്യ സൈസിലുള്ള ആളുകളാണ്. അവരുടെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വാ, നമുക്ക് തിരിച്ചു പോകാം. എങ്ങോട്ടാണ്? ഈജിപ്തിലെ അടിമത്തത്തിലേക്ക്. കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പോകുമ്പോൾ അത് നിരീക്ഷിച്ചിട്ട് വരാൻ പറഞ്ഞ് വിട്ടപ്പോൾ അവർ കണ്ട ഉടനെ അവിടെ കണ്ടതല്ല, അവിടുത്തെ വലിയ കോട്ടയും ഭീമാകാരമായ മനുഷ്യനെ കണ്ടപ്പോൾ സൗഭാഗ്യമുണ്ട്. പക്ഷെ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കാൻ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അവരുടെ മുമ്പിൽ നമ്മൾ വിട്ടിലുകളെ പോലെ, വെറും വിട്ടിലുകളെ പോലെ നമ്മള്. പക്ഷേ അവിടെ രണ്ടുപേരും മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്. എന്താണ്? കാലേബും ജോഷുവയും മുന്നോട്ട് വന്ന് പറയുന്നു 14 അവിടുന്ന് നമ്മളെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ദേശം നമുക്ക് നൽകുകയും ചെയ്യും. കാരണം കർത്താവാണ് നമ്മളെ അങ്ങോട്ട് അയച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണ് എന്നെ അങ്ങോട്ട് അയച്ചതെങ്കിൽ അവിടെ രാക്ഷസന്മാരുണ്ടായിക്കോട്ടെ, വലിയ കോട്ട ഉണ്ടായിക്കോട്ടെ, ഇതിനെല്ലാം അതിജീവിക്കാൻ ആർക്ക് സാധിക്കും? ആർക്ക് സാധിക്കും? എനിക്ക് സാധിക്കും. ദൈവത്തിനല്ല, എനിക്ക് സാധിക്കും. കാര്യം കർത്താവാണ് എന്നെ അയച്ചത്. അവൻ എന്റെ ഉള്ളിൽ സർവ്വമാകുന്നതോടുകൂടി വാഴുന്നുണ്ട്. ജീവനോടെ പൊന്നു തമ്പുരാൻ അവൻ എന്റെ നിങ്ങളുടെ ഉള്ളിൽ ജീവനോടെ വസിക്കുന്നെങ്കിൽ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും അസാധ്യമുണ്ടോ? ഉണ്ടോ? ഈ കാലം പറയുന്നത് കർത്താവ് 9-ാം വാക്യം, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, അവരെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. ഹല്ലേലൂയ. നമുക്കിത് പറ്റിയെങ്കിലും വേറെ വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഒത്തിരി ഭയം കിടക്കുക. നമ്മുടെ ഉള്ളിൽ ഒത്തിരി ഭയം കിടക്കുക. നമുക്ക് നമ്മളിലേക്ക് നോക്കിയാൽ കിടക്കുന്ന നമ്മളിൽ ചില ഭീകരമായ പറഞ്ഞ പോലെ രാഷ്ട്ര തുല്യരായ ആളുകൾ വലിയ കോട്ടയൊക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പ്രശ്നങ്ങള് ഒരിക്കലും മാറിയില്ലാന്ന് പറയുന്ന പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, ഇതൊക്കെ രാക്ഷസന്മാരായി വലിയ കോട്ടയെ നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഭീകരന്മാര് ഒളിഞ്ഞിരിക്കുന്ന പാപങ്ങള്, ബലഹീനതകള്, കഴിവുകള്, ചില വികാരങ്ങള്, മുൻകോപം, അസൂയ തുടങ്ങി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങള് നമ്മുടെ ഉള്ളിൽ ശക്തരാണെന്ന് പറഞ്ഞ് നമ്മള് കിടക്കുക. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയില്ലേ, ഓ ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. ചില മനുഷ്യന്മാർ പറയും, എനിക്ക് ഇന്ന രോഗമുണ്ട്, ഓ ഇന്നടത്തെ ഡോക്ടർ എല്ലാം നോക്കി കണ്ടതാ, അവരെല്ലാം പറഞ്ഞത് ശരിയാകത്തില്ലെന്ന പറഞ്ഞത്. ഈ രോഗം എന്നെ പോവുള്ളൂ, എന്നെ കൊണ്ട് പോകും. ആ കറക്റ്റ് ആൻസർ. എന്നെ കൊണ്ട് ഈ രോഗം പോകത്തുള്ളൂ. നിങ്ങൾ പറയുന്ന കാര്യമാണോ ഇപ്പൊ പറഞ്ഞത്? എന്നെ കൊണ്ട് ഈ രോഗം പോകത്തുള്ളൂ എന്ന് പറയും. ഈ എന്നെ കൊണ്ട് രോഗം പോകത്തുള്ളൂ എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാവോ? ആ രോഗം നിങ്ങളെ കൊണ്ട് പോകത്തുള്ളൂ. കിട്ടിയില്ലേ? നിങ്ങൾ പറയുന്നത് ഈ രോഗം എന്നെ കൊണ്ട് പോകത്തുള്ളൂ. ചില പറയും ഞാൻ ഗുളിക വെക്കുന്നോണ്ട് മാറാൻ, ചില മദ്യം കഴിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന പറയും ഇതെന്നെ ഈ ശീലം എന്നിൽ മാറാൻ പോകുന്നില്ല. ഞാൻ മരിക്കുന്ന വരെ ഇത് എന്നോട് കാണും. അപ്പൊ പിന്നെ എന്നാ കാണും? എന്നോട് മരിക്കുന്നവരെ ഇത് കാണും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? പറയാം. ബൈബിളിൽ കർത്താവ് വ്യക്തമായി നമുക്ക് ഒരു ഉപമയല്ല ഒരു ഉദാഹരണത്തിൽ പറയുന്നുണ്ട് നമ്മളോട്. ഒരു സെക്കൻഡ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. അവിടെ വിശ്വാസ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു. എന്താ പറഞ്ഞത്? അവനോട് ശ്രദ്ധിക്കണേ. ഞാൻ ചില ചോദ്യം ചോദിച്ചു പറയണം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുന്നു വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാ? ഹൃദയത്തിൽ ശങ്കിക്കാതെ, സംശയിക്കാതെ.
വിശ്വാസം അല്പം പോലും സംശയം വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ ലോട്ടറി കച്ചവടക്കാരൻ പറഞ്ഞ 50 രൂപ മുടക്കിയാൽ 1 കോടി കിട്ടിയാൽ, അല്ല പോയാൽ എത്ര രൂപ? 50 രൂപ കിട്ടിയാൽ 1 കോടി. നമ്മളും പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ എങ്ങനെയാ? ഒരു വാക്ക് പറഞ്ഞ് നോക്കാം, കിട്ടിയെങ്കിൽ കിട്ടുന്നത്, കിട്ടിയെങ്കിൽ രോഗശാലം അല്ല ആ പ്രശ്നം, പോയാൽ ഒരു വാക്ക്. അല്പം പോലും ശങ്കിക്കാതെ, ഒരു സംശയം പോലും ഇല്ലാതെ വേണം കർത്താവിന് മുമ്പിൽ, വിശ്വാസത്തോടെ വേണം കർത്താവിന് മുമ്പിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ. ഒന്ന്, അല്പം പോലും ഹൃദയത്തിൽ ശങ്കിക്കാതെ. അടുത്തത്, താൻ പറയുന്നത് പോലെ സംഭവിക്കുന്നു വിശ്വസിച്ചാൽ നിനക്ക് അത് സാധിച്ചിട്ടും. ആരായി താൻ? താൻ പറയുന്നത് പോലെ നിനക്ക് താൻ പറയുന്നത് സംഭവിക്കുന്നു വിശ്വസിക്കുകയും ചെയ്താൽ അവനെ സാധിച്ചിട്ടും. ആരായി താൻ? ആരാ? അതെ, ഞാനാ. ചില പറയും ദൈവമാകുമ്പോൾ അല്ല, പിന്നെ ആരാ? ഞാനാ. ഞാൻ പറയുന്നത് പോലെ എനിക്ക് സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ എനിക്കത് സാധിച്ചിട്ടും. അത് എന്റെ കാര്യം. ഞാൻ ഇപ്പൊ പറഞ്ഞ ഉദാഹരണം, ഞാൻ പണ്ട് ചങ്ങനാശ്ശേരി സോണിന്റെ 15 വർഷം മുമ്പ് ചങ്ങനാശ്ശേരി കരിസ്മ സോണിന്റെ കോർഡിനേറ്ററാണ്. ആ സ്ഥലത്ത് ലീഡേഴ്സിന്റെ ട്രെയിനിങ് നടക്കാം ചങ്ങനാശ്ശേരി കുല്ലാപ്പള്ളി വെച്ചാണ്. അവിടെ നടക്കുമ്പോൾ 45-50 ലീഡേഴ്സ് ഉണ്ട്. ജോക്കിനിടയ്ക്ക് ഞാൻ പറഞ്ഞു നോക്കി, ഒരു സഹോദരിയാണ് ഭിത്തിയെ ചാരിയിരിക്കുക. അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് മുന്നോട്ട് വാ. ഉടനെ എന്നോട് പറഞ്ഞു വേണ്ട ഞാനിവിടെ ഇരുന്നോളാം. വേണ്ട ഞാനിവിടെ ഇരുന്നോളാം. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമില്ല. നമ്മൾ പ്രൊമോഷൻ കഴിഞ്ഞു. ഇൻട്രോയുടെ സമയത്ത് ഞാൻ പുള്ളിക്കാരെ എടുത്ത് ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നോളാമെന്ന്. അവരെന്നെ അവിടെ വന്നിരിക്കാൻ അവിടെ വന്നിരിക്കാൻ മേലെ. ഉടനെ എന്നോട് പറയാ, എനിക്ക് ഭിത്തിയെ ചാരി ഇല്ലെങ്കിൽ നടുവേദന വരും. ഭിത്തിയെ ചാരി ഇല്ലെങ്കിൽ എനിക്ക് നടുവേദന വരും. ഞാൻ അവരോട് പറയാം, അടുത്തത് ആരാധനയാണ്, വിശ്രവാസം എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. കർത്താവിന്റെ മുമ്പിലല്ലേ വന്ന് മുന്നോട്ട് വന്നിരിക്കെ ഞാൻ അവരെ നിർബന്ധിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തി. നിങ്ങൾ പറ, അന്നത്തെ ആരാധനയും രോഗശാന്തി ശുശ്രൂഷ കഴിയുമ്പോൾ ഈ അമ്മച്ചിയുടെ ഈ ആന്റിയുടെ നടുവേദന മാറുമോ ഇല്ലയോ? മാറുമോ ഇല്ലയോ? ഇല്ല. എന്താ കാര്യം? അമ്മ പറയുന്നു പിറ്റേ ചായ ഇല്ലെങ്കിൽ എനിക്ക് നടുവേദന വരും. നമ്മളെ വ്യക്തമായിട്ട് പറഞ്ഞില്ല വെളുപാട് പുസ്തകത്തിൽ എന്താ, ഞാൻ ഹൃദയത്തിന് വാറൊക്കെ വന്ന് പൊട്ടുന്നോ തുറന്നു വരുന്നവരോടുകൂടിയാണ് അകത്ത് പ്രവേശിക്കുന്നത്. ഒരു വാതില് കൊട്ടുമ്പോൾ വാതിൽ എവിടെയാ ഊറ്റിയിടുന്നത്? അകത്തന്നെ. അകത്ത് ഊറ്റിയിടുമ്പോൾ പുറത്തുനിന്ന് കൊട്ടുന്ന ആൾക്ക് എന്നെ ചെയ്യാൻ സാധിക്കും? കൊട്ടുക മാത്രമേ പുറത്ത് നിൽക്കുന്ന ആൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കുറ്റിയെടുക്കേണ്ട ആളാരാ? അകത്തുള്ളത് ആരാ? ഞാൻ. എന്റെ കർത്താവിന്റെ വചനം എന്നോട് പറയുമ്പോൾ അകത്തിരിക്കുന്ന ഞാൻ അവന്റെ ഹൃദയം തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ തമ്പുരാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ മരിച്ചുപോയ കർദിനാള് പടിയർപിതാവ് പറയും, ചങ്ങനാശ്ശേരിയിലായിരുന്നപ്പം ഞാൻ പള്ളിയിലെ കൈകാരനായിരുന്നു. പിതാവുമായിട്ട് ഒത്തിരി പല പരിപാടികളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ അങ്ങനെ പറയുന്നത് കേട്ടു, കർത്താവ് ഒരു ത്രാസിൽ അവസാന വിധിയുടെ സമയത്ത് എന്റെ പേരുള്ള മാലാഹയുടെ വോട്ട് മുഴുവനും ഇട്ടിരിക്കുക. മാലാഹയുടെ റെക്കമെൻഡേഷൻ മുഴുവൻ ഒരു ത്രാസിന് തട്ടിയിട്ടിരിക്കുക. മറ്റേ തട്ടിൽ ആരെയാ? വിശാലിന്റെ റെക്കമെൻഡേഷനും വോട്ടും അവിടെ നടക്കണം. ഇപ്പൊ ത്രാസ് തെല്ല നിൽക്കുക, കറക്റ്റ് നിൽക്കുക, രണ്ടും തുല്യം. ഇനി ഒരു വോട്ട് അവിടെ അത് വീഴാണ്. അത് ഏത് സൈഡ് വീഴുമോ ആ സൈഡ് വിജയിക്കും. ആ വോട്ട് ആരെയാ? അല്ല മൊത്തം ഇവിടെ ആകെ 3-4 പേരിനോട് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ കൺഫ്യൂഷൻ. അത് ആരുടെയാ? കർത്താവിൻ്റെയാണോ, കാവൽമാലാകാരനാണോ, പേരിന്റെ കാരണക്കാരനാണോ, അതോ അന്തോസുനാണോ, അതോ ഏതെങ്കിലും നമ്മൾ നോയൽ നടത്തിയ ഒരു വലിയൊരു ആളോ വന്ന് വോട്ടിടാൻ വരുന്നത് നോക്കിയിരിക്കുക. അവരാരും വോട്ടിടാൻ പറ്റിയല്ല. പിന്നെ ആറോട്ടാ? എന്റെ ഇവിടെ പറഞ്ഞു
ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കുന്നു, എന്നെ ഞാൻ ഇതിലേത് തെരഞ്ഞെടുക്കും? ഹല്ലേലൂയ. എന്നെ കൺഫ്യൂഷൻ ആണോ? അല്ല, ആ കൺഫ്യൂഷൻ ആരോഗ്യം പറഞ്ഞിട്ട് പോലും അടക്കം വരുന്നില്ല. മനസ്സിലായില്ലേ? വ്യക്തമായില്ല. എന്റെ തീരുമാനം, ഞാൻ ഇതിലേത് സൈഡ് തീരുമാനിക്കുന്നോ അവിടെ വിജയിക്കും. റോമാക്കാരുടെ ലേഖനം വിഷയം മാറുക. തമ്പുരാന്റെ പോലെ പോകേണ്ടി. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ 4 മുതൽ. ഇത് ശരീരത്തിലെ പ്രവണത അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ജഡീയമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങൾ മനസ്സ് വെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ജഡീയ അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡീയ താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാകുന്നു. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ സാധിക്കുകയുമില്ല. ജഡീയ പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡീയ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ ജഡീയനാണോ ആത്മീയനാണോ? ഞാൻ ജഡീയനാണോ ആത്മീയനാണോ? ടെസ്റ്റ് ആർക്കാണ് നടത്താൻ പറ്റുന്നത്? അറിയാം, നമ്മൾ ഈ ഓരോ വ്യക്തിക്ക് നടത്താൻ പറ്റുള്ളൂ. എങ്ങനെ ടെസ്റ്റ്? ജഡീയമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങൾ മനസ്സ് വെക്കുന്നു. എന്റെ മനസ്സ് ജഡീയ കാര്യങ്ങളിലാണോ അതോ ആത്മീയ കാര്യങ്ങളിലാണോ? ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ബുധനാഴ്ചത്തെ കാര്യമല്ല. ഇവിടെ നിറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ മുതൽ അടുത്ത പ്രാർത്ഥനയ്ക്ക് വരുന്ന വരെയുള്ള നമ്മുടെ വ്യാപാരങ്ങൾ. ജഡീയ താല്പര്യങ്ങൾ ജഡീയമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങൾ മനസ്സ് വെക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ഞാൻ ജഡീയനാണോ ആത്മീയനാണോ എന്ന ടെസ്റ്റ് നടത്താൻ പറ്റുന്നത് എനിക്ക് മാത്രമാണ്. ഞാൻ എന്നെ തന്നെ പരിശോധിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഏത് സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ കൺഫ്യൂഷൻ മാറിയോ? ക്ലാസ്സിൽ ഞാൻ ഏത് സൈഡിൽ നിൽക്കുന്നു? ആരുടെ സൈഡിൽ നിൽക്കുന്നു അറിയാം. തമ്പുരാന്റെ ആത്മീയ തലത്തിലാണോ നിൽക്കുന്നത്? ചെറിയ തലത്തിൽ. ഇതാണ് എന്റെ ഓട്ടം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഏത് തിരഞ്ഞെടുക്കും? സീരിയല്, സിനിമ എല്ലാ പ്രാവശ്യവും പറയുന്ന അത് കാരണം എല്ലാ പ്രാവശ്യം കേൾക്കുന്നില്ല. എല്ലാം അത് തടക്കദോഷമായി മാറി. സിനിമ കേൾക്കുന്നില്ല, പിന്നെ തടക്കദോഷമായി, പിന്നെ അത് മാറ്റേണ്ട ആവശ്യം ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രോഗ്രാമുകളിൽ ഈ ശുശ്രൂഷ വരുന്നവർ സീരിയല് കണ്ടുകൊണ്ടിരുന്നു, അത് ഇനി കാണാൻ തീരുമാനിച്ചതെന്ന് കൈവെടുത്താവും. കണ്ടുകൊണ്ടിരുന്നു, ഇനി കാണത്തില്ല തീരുമാനിച്ചത് ഇനി താത്ത. സീരിയൽ ഒരിക്കലും കാണാത്തൊരു നിലയിലെടുത്താവും താത്ത. ഇത് രണ്ടും പെടാതെ കടപ്പുണ്ട്. ഇതിനകത്ത് ബാധ്യത അവരെ കൊണ്ട് കൈ പൊത്തിക്കുന്നത് ശരിയല്ലോ. ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നു കഴിയുമ്പോൾ തെറ്റെന്ന് ബോധ്യം കണ്ടുകൊണ്ട് വരും, നിർത്തി. അതൊരു ഭാവം. രണ്ടാമതോ അവര് നേരത്തെ കണ്ടിട്ടില്ല, ഇപ്പോഴും കാണുന്നില്ല. പിന്നെ അല്ലാതെ ഇരിക്കുന്നവരുണ്ട്, അവരല്ല ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ആർക്കാണ് ഉത്തരം പറയണ്ട. ഹൃദയം ശരിക്കും ഉള്ളിലുള്ള കാര്യം പരിശോധിക്കും. ആർക്കാണ് നിങ്ങളുടെ ചോദ്യം പ്രാധാന്യം കൊടുക്കുന്നത്? കർത്താവിനാണോ അതോ തിന്മശക്തിക്കാണോ? ജഡീകതയ്ക്കാണോ ആത്മീയതയ്ക്കാണോ? ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ ചോദിച്ചില്ലേ നമുക്കെല്ലാം സ്വർഗത്തിൽ പോകണ്ടേന്ന് അല്ലേ? നമുക്കെല്ലാം സ്വർഗത്തിൽ പോകണം. അതിന്റെ അടുത്ത് തന്നെ ഞാൻ ചോദിച്ചത്, ഇപ്പൊ പോകുന്ന പോലെ പോയ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഉത്തരം പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ തിരിച്ചറിവ്. അപ്പൊ നമ്മൾ എവിടെയാണ് പിടിക്കോ? ആത്മീയതരാണോ ജഡീകതരാണോ? എന്റെ പിള്ളേര് ചുമ്മാ ഇരുന്ന് കേട്ടോട് പോകാനല്ല അവിടെ വരേണ്ടത്. നിർക്കിയോ അവസ്ഥ